കുറേ കാലമായിട്ട് കാലിലൊരു മുറിവുണ്ട്. അലോപ്പതി ചെയ്ത് നോക്കി, ആയുർവേദം ചെയ്ത് നോക്കി, ഹോമിയോ ചെയ്ത് നോക്കി, നാച്ചുറോപ്പതി ചെയ്ത് നോക്കി. ഇത് ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടി പഴുത്ത് പുറത്ത് വരും, പിന്നെ അത് കുറയും, വീണ്ടും പൊട്ടി പുറത്ത് വരും. ഇങ്ങനെ കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് അതേ മുറിവ് അതേ സ്ഥലത്ത് ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടേയിരിക്കുകയാണ്. റിയാലിറ്റിയിൽ നമ്മുടെ ശരീരത്തിൽ ഒരു മുള്ളു കൊണ്ട് എന്താ സംഭവിക്കുക? അത് പഴുത്ത് ആ മുള്ളിനെ പുറത്തേക്ക് എക്സ്പെൽ ചെയ്ത് കളയാൻ വേണ്ടി ബോഡി തന്നെ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മൾ ദീർഘകാലമായിട്ട്, എനിക്ക് ആ ഒരു പേഷ്യന്റിൽ കാണാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദീർഘകാലമായിട്ട് നമ്മൾ ഒരാളോട് വൈരാഗ്യം, ദേഷ്യം, അല്ലെ വെറുപ്പ്, നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇമോഷൻ നമ്മുടെ ഉള്ളിലുണ്ടാവും. വിട്ടുകൊടുക്കാതെ നമ്മൾ പിടിച്ചു വെച്ചിട്ടുള്ള എന്തെങ്കിലും നമ്മളെ ഇമോഷണലി ഉള്ള ഒരു സംഭവം ഉണ്ടാവും. അത് നമ്മൾ തന്നെ നമ്മളെ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ, ഇങ്ങനെ എനിക്ക് വാശിയുണ്ട്, ദേഷ്യമുണ്ട്, അയാളോട് വെറുപ്പുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഒരു മുള്ളു പോലെ കൊണ്ടു നടക്കുന്ന ഒരു സംഭവം നമ്മുടെ ഉള്ളിലുണ്ടാവും. അത് പുറത്ത് കളയാൻ വേണ്ടിയിട്ടും നമ്മളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടും ബോഡി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരു മുള്ളു കുത്തുന്നത് പോലെ തന്നെ ഇങ്ങനെയുള്ളൊരു ദേഷ്യമോ വൈരാഗ്യമോ ഇതൊക്കെ നമ്മളൊരു ഈഗോയിലുള്ള സംഭവമാണ്. അപ്പൊ അതിന് പുറത്ത് കളയാൻ വേണ്ടി ബോഡി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഇതൊരു രോഗമായിട്ട് പുറത്ത് കാണിക്കും. അതിന്റെ പെയിനും സഫറിങ്സും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉള്ളിൽ ഹീലാവാനുണ്ട്, നീ എന്തോ നിന്നിൽ തന്നെ തിരിഞ്ഞു നോക്കാനും തിരുത്താനും ആയിട്ടുണ്ട് എന്ന് നമുക്ക് തരുന്ന മെസ്സേജസ് ആണ്. അപ്പോൾ ആ ഒരു വൂണ്ട് ഹീൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയും അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇടുകയും ചെയ്തിട്ടില്ലെങ്കിൽ കാലാകാലം നമ്മൾ ആ സഫറിങ്സിലൂടെ തന്നെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കേസസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ ഒരു കുറേ കാലമായിട്ട് സഫർ ചെയ്യുന്ന ഒരു രോഗമായിട്ട് സഫർ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ചു നോക്കുക, നിങ്ങൾക്ക് ആരോടെങ്കിലും വെറുപ്പോ ദേഷ്യമോ എന്താ പറയുക വിട്ടുകൊടുക്കായികയോ അങ്ങനെ ഒരു ഈഗോ കണക്ട് ചെയ്തിട്ടുള്ള എന്തോ ഒരു സംഭവം നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അത് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തെ നിങ്ങളെ ആ ഒരു രോഗവും വിട്ടുപോവുള്ളൂ. അതുപോലെ ഇങ്ങനെ വെറുപ്പ്, ദേഷ്യം, വൈരാഗ്യമൊക്കെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ഓർക്കണം, അത് കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വലിയൊരു രോഗമായിട്ട് അത് പുറത്തു വരും. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കാനും ഈഗോയിൽ വർക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കണം.